എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ PSC ലിസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ട്സും അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് PSC എഴുതുന്ന തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് മിക്കവാറും വരുന്നത്. ഓക്കെ, വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കാമോ? അതുപോലെ തുടർച്ചയായിട്ട് ചിലർ ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ആൾക്കാർക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റിന് 2 വേക്കൻസി ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 2 വേക്കൻസിയാണ് ഉള്ളത് എന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ PSC റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണം, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ഇപ്പോൾ 2 വേക്കൻസിക്ക് ആണെങ്കിൽ മിനിമം ഒരു 10-15 അതിൻ്റെ ഉള്ളിൽ എണ്ണം ആൾക്കാരെ മാത്രമേ ലിസ്റ്റിലേക്ക് എടുക്കുന്നുള്ളൂ. എന്നാൽ ഈ ലിസ്റ്റിലേക്ക് വരുന്നത് മെയിൻ ലിസ്റ്റിൽ 10 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒരു 5 പേരെയൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 15 പേരാണെങ്കിൽ 15 പേർക്കും ജോലി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ വേക്കൻസി 2 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സാധാരണ ഒരു PSC ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ ഈ 3 വർഷത്തിൻ്റെ ഉള്ളിൽ 2 വേക്കൻസി ചിലപ്പോൾ ഒരു 4-5 വേക്കൻസി ആയിട്ട് കൂടാം. എന്നാൽ ഒരു 15 വേക്കൻസി ആയിട്ട് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഇത്രയും പേരെ ലിസ്റ്റിൽ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലിസ്റ്റിലിടുന്നവർ പലരും ചിലപ്പോൾ ജോലി ഓൾറെഡി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റിലുള്ളവരായിരിക്കും. മിക്കവാറും അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അഡ്വൈസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജോയിൻ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ആൾക്കാരെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പേരെ ലിസ്റ്റിലേക്ക് ഇടുന്നത്. പക്ഷേ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ജോലി കിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വേക്കൻസി കൂടുതൽ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ ആ സപ്ലിമെൻ്ററി ഏത് കാറ്റഗറിയാണോ അതിലുള്ള ആൾക്കാർ വളരെ കുറവ്, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വരും. സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുകയും ചെയ്യും. ഓക്കെ, ചില കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടും. ഓക്കെ, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആ ഒരു ലിസ്റ്റിൻ്റെ ഇതുപോലെ ഇരിക്കും. അതായത് അതിൻ്റെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ ലിസ്റ്റിൽ നിന്നും ആൾക്കാരെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടും ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടുന്നില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അപ്പോൾ ഈ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടില്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ വരുമ്പം മിക്കവാറും ഒന്നില്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റിൽ ഏറ്റവും താഴെയായിരിക്കും റാങ്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടാവും. അതായത് ആ കട്ട് ഓഫ് കടക്കാനുള്ള മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയ എക്സാമുകളിൽ ഏകദേശം ഒരേ മാർക്കായിരിക്കും വരുന്നത്. മിക്കവാറും 1-2 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ പഠിക്കുക. അത് ഏത് ലെവലാണെങ്കിലും, ഡിഗ്രി ലെവലാണെങ്കിലും +2 SSLC ലെവൽ, ഏത് ലെവലിലാണെങ്കിലും ആ ഒരു റേഞ്ച് കട്ട് ഓഫ് ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് ലിസ്റ്റിൽ വരും, പക്ഷേ അവർക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ വേക്കൻസിക്ക് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ലിസ്റ്റിൽ നിന്നും എടുക്കുകയുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ല, എന്നാൽ എല്ലാവർക്കും ജോലി കിട്ടുന്ന ലിസ്റ്റുകളും ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ലിസ്റ്റിൽ വന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പഠനം നിർത്താൻ പാടില്ല. അവർ ലിസ്റ്റിലേക്ക് വരാനുള്ള കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ഒരു കട്ട് ഓഫ് കടക്കാനുള്ളത്, ആ ഒരു പഠനം 0-ൽ നിന്ന് ആ ഒരു ലെവലിലേക്ക് എത്താൻ നിങ്ങൾ പെട്ട പാട് എത്രയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെവൽ വെച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ശ്രമിക്കാം. നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റുകളിലേക്ക് കുറച്ചുകൂടി ഉയർന്ന മാർക്ക് നേടാനും കുറച്ചുകൂടി മുകളിലേക്ക് റാങ്കിലേക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ അത് മെയിൻ ലിസ്റ്റിലേക്ക് വരാനും, മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റിലേക്ക് വന്ന ആൾക്കാർക്കാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഫസ്റ്റ് റാങ്കുകളിലേക്ക് വരാനുമുള്ള അവസരം തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പഠനം ഉപേക്ഷിക്കരുത്. എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്നത് അതുവരെ പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എക്സാം എഴുതുന്നതെന്ന് വിചാരിക്കുക.
ഓക്കെ. അപ്പോൾ അവർ പഠിക്കുന്നുണ്ടാവും, പിന്നെ ചിലപ്പം ലിസ്റ്റിൽ വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ PSC എക്സാം എന്ന് പറയുന്നത് പണ്ടത്തെ രീതിയല്ല. ഇപ്പോൾ രീതിയൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ വരില്ല. കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഠന രീതി മാറ്റുക, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് എക്സാമിനായിക്കോട്ടെ പ്രിപ്പയർ ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ മാറി വരുന്നുണ്ട്, അതുപോലെ തന്നെ മാറി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ. അതായത് നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന PSC എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റാങ്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതി മാറിയിട്ടുണ്ട്. അത് ഏത് എക്സാമിനായിക്കോട്ടെ, എല്ലാ എക്സാമുകൾക്കും ഇത് ബാധകമാണ്. നിങ്ങൾ ഏത് എക്സാമിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന രീതി ഉപേക്ഷിക്കുക, വൈഡായിട്ട് പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പഠിക്കുക. അത് അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. നമ്മളൊരു കണ്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് മലയാളം ഒന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. GK ഭാഗത്താണ് മെയിനായിട്ട് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് അതുപോലുള്ള എക്സാമുകൾക്കാണെങ്കിൽ ഇവിടെ വരുന്നത് സെയിം കണ്ടൻ്റ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയാണ് മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിലും ഇംഗ്ലീഷ് മലയാളം മാറ്റമില്ല. ബാക്കിയുള്ള ഏരിയാസാണ്, അതായത് GK, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിംഗ്, ഈ ഒരു സെക്ഷനിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കും, പക്ഷേ ആൻസർ ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോകും. അത് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുത്ത് ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ ആ ഒരു ടെൻഷനിൽ ഓപ്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മാറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, എക്സാമിന് പോകുമ്പോൾ എക്സാമിനോടുള്ള പേടി തീർച്ചയായിട്ടും മാറ്റി വെക്കണം. ഫ്രീ ആയിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് മനസ്സിൽ വെക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം മാർക്ക് വാങ്ങാം. കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് ഇല്ലാതെ എത്രത്തോളം മാർക്ക് കിട്ടുമോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ആ ഒരു എക്സാമിൻ്റെ ടഫ്നെസ്, പിന്നെ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ എണ്ണം, ഒഴിവുകളുടെ എണ്ണം, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ പോസ്റ്റുകൾക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് നിങ്ങൾ ജസ്റ്റ് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മുഴുവനായിട്ടും കവർ ചെയ്ത് പഠിക്കുക. പിന്നെ ആ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഈ രീതിയിൽ, അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനും ജോലി കിട്ടാൻ രീതിയിലുള്ള ഒരു റാങ്ക് നേടാനും പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ PSC ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് കിട്ടാം, പക്ഷെ അത് റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ PSC ജോലി കിട്ടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ 1 വർഷം പഠിച്ചു, 2 വർഷം പഠിച്ചു, ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും. ഓക്കെ. അത് എക്സാം ഉള്ള സമയത്തും എക്സാം ഇല്ലാത്ത സമയത്തും ഒരുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. ഇതുപോലെ ഒരുപോലെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കിട്ടുന്നത് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ കൺസിസ്റ്റൻസി വളരെ പ്രധാനമുള്ള കാര്യമാണ്. നിങ്ങളൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഗ്യാപ്പ് എടുക്കാതെ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാൻ പറ്റും. അതുപോലെ ഈ PSC ജോലിയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും പെട്ടെന്ന് ഒരു ലിസ്റ്റിൽ കയറുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്തുകയോ അല്ല ചെയ്യുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റുകളിൽ വരികയും അതിൽ ജോലി കിട്ടാതെ വിഷമിച്ച്
പിന്നെയും അതിനും ഇരട്ടി സമയം കൊടുത്ത് പഠിച്ച് കയറിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഓക്കെ, അല്ലാത്ത ആൾക്കാരുണ്ട്, കുറവാണ്, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ പഠിക്കുന്ന ആൾക്കാരിൽ കുറേ അധികം പേര് മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുകയും പിന്നെ അതുപോലെ പഠിച്ച് മടുത്തു, പഠനം നിർത്തുകയാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അങ്ങനെ നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ PSC പഠിക്കുന്ന എല്ലാവർക്കും വരുന്ന നെഗറ്റീവ്സും അതുപോലെ തന്നെ വിഷമങ്ങളും തന്നെയാണ് നിങ്ങളും ഫേസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നന്നായി ശ്രമിച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ജോലി ലഭിക്കുന്നതായിരിക്കും. അത് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങളെ തേടി വരും. നിങ്ങൾ PSCയെ വിടാതെ കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും PSC നിങ്ങളെ ചതിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ജോലി കിട്ടുള്ളൂ എന്നുള്ളത്. റിസർവേഷൻ ഇല്ലാത്തവർക്കും, അതായത് ഒരു റിസർവേഷൻ പോലും ഇല്ലാതെ പഠിച്ചു വാങ്ങുന്നവരും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ PSCനെ കുറ്റം പറയാനോ അതുപോലെ തന്നെ റിസർവേഷനെ കുറ്റം പറയാനോ പോകരുത്. നിങ്ങൾ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകൾ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കും. ഓക്കെ, അതൊരു സിസ്റ്റമാണ്. PSC എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.